ഡോക്ടർ, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 1 വീക്ക് ആയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഈ പോസ്റ്റ് നാറ്റലിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡെലിവറി അത്. അപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ 2 രീതിക്ക് പറയുന്നുണ്ട്, അതായത് എടുക്കണമെന്നും എടുക്കണ്ട എന്നുള്ളതും. അപ്പം എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. അതെന്തായിരുന്നു? പോസ്റ്റ്നേറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കെയർ എന്ന് പറയുമ്പോൾ ഒരു ഡെലിവറിക്ക് ശേഷം മമ്മും ബേബിയും എല്ലാം ഒരു പുതിയൊരു ലൈഫിലോട്ട്, അതായത് അവർ അതുവരെ ജീവിച്ച് വന്ന ഒരു ലൈഫിൽ നിന്ന് ഒരു ന്യൂ സ്റ്റൈലിലോട്ട് ചേഞ്ചാണ്. അപ്പം ആ ഒരു ലൈഫായിട്ട് അവരെ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ അവരെ പ്രിപ്പയർഡ് ആക്കി കൊടുക്കുകയാണ്. അതായത് ആ ഒരു കാര്യത്തിൽ തന്നെ അവർക്ക് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, കുറേ കൺസേൺസ്, ഫിസിക്കലായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, മെൻ്റലി ഉള്ള കുറേ ആങ്സൈറ്റി കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ മൊത്തത്തിലുള്ളൊരു റിക്കവറി, ഫിസിക്കലി മെൻ്റലി ഉള്ള ഒരു ഹോൾ വെൽ ബീയിങ്, അങ്ങനെയുള്ള റിക്കവറി, പിന്നെ അവരെ ഈ ഒരു ന്യൂ ലൈഫ് സ്റ്റൈലായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടിങ് പ്രോസസ്സാണ് ആക്ച്വലി ഈ പോസ്റ്റ്നേറ്റൽ കെയർ. അതുപോലെ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. എനിക്ക് കുഞ്ഞിനെടുത്തിരിക്കുമ്പോഴേ ബാക്ക് പെയിനും അതുപോലെ ഷോൾഡർ പെയിനും നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതിലുണ്ടാവുമോ? അപ്പോൾ ഇതിലിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആവട്ടെ, സിസേറിയൻ സെക്ഷൻ ആവട്ടെ, ഏതാണെങ്കിലും സി സെക്ഷൻ ആയിരുന്നു, അതിലൊന്നും നമ്മൾ വറീഡ് ആവാനില്ല. ഇത് സേഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സയൻറ്റിഫിക് അപ്രോച്ചിൽ, നാച്ചുറലി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും ഹെൽത്ത് വൈസ് ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് പെയിൻ വരാം, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ, അതുപോലെ തന്നെ സി സെക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് അനസ്തേഷ്യ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, രാത്രിയിൽ ഉറക്കമൊഴുക്കുന്നതുകൊണ്ടുള്ള കുറേ സ്ട്രെസ് കാര്യങ്ങൾ, കൂടാതെ തന്നെ ഡെലിവറി കഴിഞ്ഞവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെ കാണാറുണ്ട്. അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അതുപോലെ സ്ട്രെച്ച് മാർക്സ്, അങ്ങനെയുള്ള നമ്മുടെ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ടമ്മി ഓവറായിട്ട് വരുന്നവർക്കുള്ള ഇഷ്യൂസ്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇതിൽ കൺസേൺസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് തന്നെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പോസ്റ്റ്നേറ്റൽ കെയർ കൊടുക്കുന്നത്. ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ ആയുർവേദത്തിൽ പോസ്റ്റ്നേറ്റൽ കെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാക്ക് പെയിൻ്റെ ഇഷ്യൂ പറഞ്ഞു അല്ലേ, നെക്ക് പെയിൻ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ കുറേ പേർക്ക് മസിൽ ക്രാംസ്, മസിൽ കോച്ചി പിടിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടീഷനൊക്കെ നന്നായിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് നാരങ്ങാക്കിഴി, പൊടിക്കിഴി, ആവിക്കിഴി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ ഓരോ പോസ്റ്റ്നേറ്റ്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഓരോരുത്തർക്കും ആപ്റ്റായിട്ട് അവരുടെ ഫിസിക്കൽ കണ്ടീഷന് ഏത് ട്രീറ്റ്മെൻ്റ് ആണോ അതിന് ഉതകുന്ന രീതിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ കിഴികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹോൾ ബോഡി മസാജസ്, റിലാക്സേഷൻ മസാജ്, അതിലും മസിൽ പെയിന്, ബോൺ പെയിന് കാര്യങ്ങളെല്ലാം അതിൽ റിലീവ് ആവുന്നുണ്ട്. സ്മൂത്തായിട്ട്, അങ്ങനെ ഹാർഡായിട്ടൊന്നും നമ്മൾ ഡെലിവറി കഴിഞ്ഞവർക്ക് അത്രയധികം പ്രഷറൈസ് ചെയ്തൊന്നും കൊടുക്കില്ല. വളരെ സ്മൂത്തായിട്ടുള്ള ഓയിൽ മസാജ് പോകും. അതുപോലെ തന്നെ ഹെർബൽ ബാത്ത്, മെഡിസിൻസ് ഒക്കെ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് നല്ല ബാത്തിങ്, അതിനോട് കൂടെ തന്നെ അവരുടെ അബ്ഡോമിനൽ ബാൻഡേജ്, ടമ്മിയൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അബ്ഡോമിൻ ബാൻഡേജ് കൊടുക്കും. അപ്പൊ എന്റെ ഈ ചാടിയ വയറൊക്കെ മാറ്റാൻ പറ്റുമോ? ചാടിയ വയറൊക്കെ, എനിക്ക് നല്ല സ്ട്രെച്ച് മാർക്ക് വരുമല്ലോ, അതിനെന്ത് ട്രീറ്റ്മെന്റ് ആണ്? അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് ടമ്മി ബാൻഡേജ് ഒക്കെ നമുക്ക് ആ ഒരു കണ്ടീഷൻ നോക്കിയിട്ട്, അതായത് അവരുടെ ആ ഒരു സി സെക്ഷൻ വൂണ്ടൊക്കെ ഹീൽ ചെയ്തതൊക്കെ നോക്കിയിട്ട് മൈൽഡ് ടു മോഡറേറ്റ് എന്നുള്ള ഒരു ടൈറ്റനിങ്ങിൽ, ഉദരവേഷ്ടനം എന്ന് നമ്മൾ പറയും ആയുർവേദത്തിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ബാൻഡേജ് കൊടുത്ത് അതിൻ്റെ ബാക്ക് സപ്പോർട്ടും ടമ്മി ഓവറായിട്ട് ബൾജിയായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ഒരു കണ്ടീഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്സ്, പിഗ്മെൻറ്റേഷൻ, ഒരു ആഫ്റ്റർ ഡെലിവറി ഒരു മാസ്കിങ്, ടാൻ, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. ഇതിനെല്ലാം വേണ്ട ലേപനം എന്ന് പറയും ആയുർവേദത്തിൽ, വർണ്ണലേപങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ബോഡിയുടെ ആ ഒരു ടെക്സ്ചറും കോംപ്ലക്ഷനും ഒക്കെ റീഗെയിൻ ചെയ്യാനും പഴയ പോലെ ആക്കി തീർക്കാനൊക്കെ ഉള്ള ലേപനങ്ങൾ, അതായത് പേസ്റ്റ് രൂപത്തിലുള്ള ആപ്ലിക്കേഷൻസ്, സ്ക്രബുകൾ, ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഇതിലുണ്ട്. ഇതെല്ലാം ഈ പോസ്റ്റ്നേറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നല്ല ഉറക്കക്കുറവുണ്ട്, അതുപോലെ സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്താ ചെയ്യുക ഇവിടെ? നോർമലി മീൻസ് കോമൺ ആയിട്ട് കാര്യന്നൊരു കാര്യം തന്നെയാണിത്. അതായത് ഡെലിവറി കഴിഞ്ഞ് കുറേ പേർക്കും ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഉറക്കക്കുറവിൻ്റെ ഇഷ്യൂസും. അതുപോലെ തന്നെ പല കാരണങ്ങളാണ്. കാരണം ഹോർമോണൽ വേരിയേഷൻസ്, ഫ്ലക്ച്വേഷൻസ് ഒരുപാട് വരുന്ന ടൈമാണല്ലോ നമ്മുടെ ഈ പ്രീനേറ്റൽ പീരീഡ് ആണെങ്കിലും ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഹോർമോണിൻ്റെ വേരിയേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് പോകാറുണ്ട് കുറേ പേര്. അതായത് നമ്മുടെ ആ പുതിയൊരു അറ്റ്മോസ്ഫിയറായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരാനുള്ള, അല്ലെങ്കിൽ ആ ഒരു ബേബീനെ ഫസ്റ്റ് ഡെലിവറിക്ക് ആണെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാനുള്ള കുറച്ചൊരു ടൈം എടുക്കും. ശരിയാണ്. അങ്ങനെയൊക്കെ അതൊരു ആങ്സൈറ്റി ആണോ അതോ
സ്ട്രെസ് എന്താന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഇനി ഇതുപോലെ ഡോക്ടർ പറഞ്ഞ ഒരു ഡിപ്രഷൻ ആണോ എന്ന് അറിയില്ല. ഇനി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നോക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ഒരു അവയർനെസ്സും എഡ്യൂക്കേഷൻ എല്ലാം ഈ പോസ്റ്റ്നേറ്റൽ കെയറിൽ വരുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടും ഈ ഹെയർ ഫോളിങ് ഉണ്ടാവും. പിന്നെ ലാക്ടേറ്റിംഗ് മദർ ആവുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഫീഡ് ചെയ്യുന്നതൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ന്യൂട്രീഷൻ്റെ ഒരു ലാക്ക് വരാം നമുക്ക്. അപ്പോൾ അതുകൊണ്ടെല്ലാം ഹെയർ ഫോളിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഹെഡ് ഏക്ക് ഉണ്ടാവും. നൈറ്റിൽ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് കരയുന്നതുകൊണ്ടും പലതവണ ഫീഡ് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉറക്കം റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. ഇതിനെല്ലാം ഈ പോസ്റ്റ്നേറ്റൽ കെയറിൽ പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതാണ് നമ്മൾ ശിരോഭ്യംഗം എന്ന് പറയുന്ന പേരിൽ ഹെഡിന് നല്ല മസാജ് കൊടുക്കും, ഫേസ് മസാജ് കൊടുക്കും. അതുപോലെ തന്നെ നല്ല ആപ്റ്റായിട്ടുള്ള ഓയിലുകൾ യൂസ് ചെയ്തുകൊണ്ട് ശിരോധാര കാര്യങ്ങളെല്ലാം ഇതിന് കൊടുക്കുന്നുണ്ട്, ഫുഡ് മസാജ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം അതിൻ്റെ നോർമൽ ലെവലിലോട്ട്, അതായത് ഒരു മെൻ്റൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് സ്ലീപ്പ് എന്ന ലെവലിലോട്ട് വരും. ഞാൻ കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നുണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ. പക്ഷെ അത് പ്രോപ്പർ ആണോ എന്നുള്ള എനിക്ക് അറിയില്ല. ഇനി ഇത് ആദ്യമായിട്ടുള്ളതായതുകൊണ്ടാണോ എന്നുള്ള. നമ്മൾ ഈ പോസ്റ്റ്നേറ്റൽ കെയറിൻ്റെ കാര്യം പറയുമ്പോഴേ അതിൽ നമ്മൾ ലാക്ടേഷൻ സപ്പോർട്ടും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ, എങ്ങനെയാണ് ബേബിനെ ഹോൾഡ് ചെയ്യേണ്ടത്, ബേബി കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയണം. കാരണം ഈ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെയാണ് അവരുടെ വെയിറ്റ് ഗെയിൻ വരുന്നത്. അപ്പോൾ കറക്റ്റ് അവരുടെ വെയിറ്റ് ഗെയിൻ നമ്മൾ മോണിറ്റർ ചെയ്യണം. ബേബി കെയറും ആക്ച്വലി ഈ പേഴ്സണൽ കെയറിനകത്ത് വരുന്നത് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ബേബീനെ ടേക്ക് കെയർ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ പാല് കൊടുക്കേണ്ടത്. അപ്പോൾ 2 hours വിത്തിൻ 2 hours നമ്മൾ മാക്സിമം 2 hours വരെയൊക്കെ ബേബീനെ പാല് കുടിപ്പിക്കാണ്ട് നമ്മൾ ഇടാൻ പാടില്ല. ഇനി ഈവൻ ഉറങ്ങുകയാണെങ്കിൽ പോലും അവർ ഉണർത്തി നമ്മൾ ഫീഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ എത്ര അളവ് അവർ കുടിക്കണം, എത്ര ടൈം കുടിക്കണം, ഇതെല്ലാം നമ്മൾ ഈ പേഴ്സണൽ കെയറിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അവയർനെസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരാഴ്ചയായിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതെങ്ങനെയാ ഇവിടെ ഇനിയിപ്പോ അത് കുഞ്ഞുങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോ? അതുപോലെ ഈ കുട്ടികൾ എങ്ങനെയാ എണ്ണ തേപ്പിച്ച് കുളിക്കുന്നതൊക്കെ? കുഞ്ഞിനെ നമുക്ക് കുളിപ്പിക്കുന്നതും മസാജ് ചെയ്യുന്നതും ബേബി ബാത്ത്, ബേബി മസാജ് ഒക്കെ പോസ്റ്റ്നേറ്റൽ കെയറിലുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അതിപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളാകുമ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ മഞ്ഞപ്പുള്ള കുട്ടികളുണ്ടാവാം. പിന്നെ ബർത്ത് വെയിറ്റ് കറക്റ്റായിട്ട് ഒരു 2.5 എബോവ് വന്ന കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് കുളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ കുളിപ്പിക്കാനായോ ഇല്ലയോ എന്നുള്ളത്, അതുപോലെ അംബിലിക്കൽ കോഡ് കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ, അതിന് ഹീലിംഗ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കും. പിന്നെ മസാജ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആപ്റ്റായിട്ടുള്ള ഓയിൽ, ഇപ്പോൾ സ്കിൻ റാഷസ് പെട്ടെന്ന് വരാൻ ഓൾറെഡി സെൻസിറ്റീവ് ആയിരിക്കും ബേബീൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ, എന്നാലും അവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കുറച്ചധികം ഓയിലുകൾ ഉണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് അവർക്ക് ആപ്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്തിട്ട് അവരത് വെച്ച് മസാജ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുളിപ്പിക്കുന്നത്. ഒരു ചെറിയൊരു പ്രഷറിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാജ്, പിന്നെ ബാത്തിങ്, ആ രീതിയിലാണ് അവരെ ചെയ്ത് കൊടുക്കാറുള്ളത്.